തോട്ടിലൊക്കെ ആകെ വെള്ളം പറ്റിക്കണത് കണ്ടോ, നീരൊഴുക്ക് തന്നെ കൊടുക്കുന്നത്. പിന്നെ എന്ത് ചെയ്യാനാ? ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം കേട്ടോ. ഇതാ കണ്ടില്ലേ, നീരൊഴിഞ്ഞു പോയ തോട്ടിൽ എന്താ ഉണ്ടാവുക? ഇത് കണ്ടോ, ഇവിടെ എവിടെ ഒരു തുള്ളി വെള്ളമല്ലേ? ഒന്ന് നോക്കേ. ഇതാണ് മെയിൻ തോട്. ഈ തോട്ടിൽ നിന്ന് വന്നിട്ട് വേണം വെള്ളം, എന്നാലേ അവിടെ വെള്ളം കിട്ടുള്ളൂ. ഇതാ എവിടെ നീര് ഒന്ന് കാണിച്ചു തരി. ഇതാ കണ്ടില്ലേ, ഇതാ കണ്ടോ. അപ്പോൾ അത് ശരിയില്ല. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ അതിനനുസരിച്ച് നീങ്ങിയിട്ട് വേണ്ട മാതിരി ചെയ്യുക. ഇല്ലേ, ഞങ്ങളെ തടയണാതെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഞങ്ങൾ നീങ്ങന്നെ ചെയ്യും. ഒരു വ്യക്തിക്കും വേണ്ടിയിട്ട് ആയിരക്കണക്കിന് വെള്ളം കുടിക്കണ കുടിക്കാരുണ്ട് ഇവിടെ, മനസ്സിലായില്ലേ? അത് ഇല്ലാതെയാക്കിയാൽ ഞങ്ങൾ അതിന് നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും. പാടത്തു നിന്നൊക്കെ മണ്ണെടുത്ത് ഇതാക്കുക, എന്നിട്ട് തോടും പാടം ലെവലാക്കുക, എന്നിട്ട് ഞങ്ങൾ കൃഷി എന്ന് പറഞ്ഞിട്ട് അത് നടക്കില്ല. പുതിയ വിളവൊന്നും, മനസ്സിലായില്ലേ? ഇതൊക്കെ കണ്ടോ, ഇതേപോലെ തന്നെയല്ല അവിടുത്തെ പാടമുള്ളത്. ഇതാ കണ്ടോ, കൃഷി ചെയ്യാത്ത കാലത്ത് ഭൂമിയിൽ നിന്ന് പാടത്തു നിന്ന് മണ്ണെടുത്ത് വിലക്ക് വിൽക്കുക. എന്നിട്ട് ഇപ്പം എല്ലാം കൊട്ടഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ കൃഷിക്കാരായി മാറുക. എന്നിട്ട് ആ പഴയ ഭൂമിയിൽ നിന്ന് മണ്ണിട്ട് കണ്ട് നിരത്തിയിട്ട് മറ്റുള്ള പാടം പോലെ ആക്കിക്കൂടാ, അതാക്കൂല. അതുകൊണ്ട് നടക്കില്ല കേട്ടോ, സംഗതി നടക്കില്ല. ഓക്കെ, എന്നാൽ ശരി.